ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ പറഞ്ഞ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഞാൻ ഇനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ ഒന്ന് പരിശോധിച്ചു, HDC ചെയർമാൻ കൂടിയാണല്ലോ. അപ്പൊ അല്ല, അത് പരിശോധിക്കട്ടെ. നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ, ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത്. ആ നിർമ്മാണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്വം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതല്ലേ ചെയ്തത്. എന്റെ മിനിസ്റ്റർ, എന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് അതൊന്ന് ഏറ്റെടുത്താൽ പോരെ? അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇടിഞ്ഞു പോകാനുള്ളത്? നിങ്ങളിത് നോക്കൂ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അവിടെ ബിൽഡിംഗ് എടുത്തതിന്റെ കണക്ക് അവതരിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. നിങ്ങൾ വളരെ മാന്യമായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, എൻ്റെ പരിപൂർണ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്വാളിറ്റി ഒന്നുകൂടെ ഉയരുകയല്ലാതെ നിങ്ങളെങ്ങനെ താണു പോവുക? അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇത്രയും നേതാക്കന്മാർക്ക് എന്താണ് ഈ ഒരു വകതിരിവില്ലാത്തതെന്ന് ആലോചിക്കുന്നത്? കുറച്ചൊന്ന് താഴ്ന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്കത് ആ ഒരു ചോദ്യത്തിന് ക്ലീനായിട്ട് സിമ്പിൾ ഒരു വേർഡിൽ ആൻസർ കൊടുക്കുക. ശരിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണത്, ഞാനാണല്ലോ മന്ത്രി. അപ്പോൾ നിങ്ങളുടെ വകുപ്പിൽപ്പെട്ട ഒരു അത്യാഹിതത്തിന് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലാതെ പിന്നെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ കണ്ട കാര്യം മാത്രം അന്വേഷിക്കാതെ എടുത്ത വായിക്ക് എടുത്ത് പറയുകയും ചെയ്തു. അത് കാരണം അവിടെ പിന്നെ സെർച്ചിങ് ഒക്കെ ഡിലേ ആവുകയും ചെയ്തു. എന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞാൽ എന്താ ചെയ്യുക?